അതേസമയം ഈ വഖഫ് അധിനിവേശത്തിനെതിരെ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുനമ്പത്തെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ നടത്തിയ ആഹ്വാനത്തിന്റെ ആഘാതം വിട്ടൊഴിയാതെ LDFും UDFും പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിനിടയിലാണ് ലത്തീൻ മെത്രാൻ സമിതിയുമായി മുസ്ലിം ലീഗ് കൂടിക്കാഴ്ച നടത്തിയത്. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കും താൽപ്പര്യമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്നാണ് വിലയിരുത്തൽ. സുധീഷ് ചേർന്നു വിവരങ്ങളുമായി. സുധീഷ്, ഇത് രാഷ്ട്രീയ മാനങ്ങൾ എങ്ങനെ ഈ വഖഫുമായി ചേർത്ത് വെച്ച് വരുന്നു എന്നുള്ളത് കൃത്യമായി ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ വ്യക്തമാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായി ഒന്ന് അടുക്കിപ്പെറുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു പോക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ, കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ഈ മുനമ്പം സമരസമിതിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ കൂടിക്കാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പാണ് റാഫേൽ തട്ടിൽ എന്ന സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് ഈ സമരപ്പന്തലിലെത്തി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഇതുവരെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തിരുന്നോ അവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന ഒരു നിർബന്ധവുമില്ല, അതിൽ നിന്നും മാറ്റി ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം. ഇവർ ഇനിയും LDFും UDFും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരു ആഹ്വാനം ചെയ്തു. ഈ ഒരു ആഹ്വാനം അത് വിശ്വാസ സമൂഹങ്ങൾക്ക് മുമ്പിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ ചിന്തയാണ് തുറന്നു വിട്ടത്. അതിൽ വലിയ രീതിയിലുള്ള അങ്കലാപ്പ് LDFിനും UDFിനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തരമായി തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും നീട്ടിവെച്ചിരുന്ന 28-ന് തീരുമാനിച്ചിരുന്ന ഉന്നതതല യോഗം 22-നാക്കുന്നു എന്നും മറ്റും അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതേ സമീപനം തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അവിടെ BJP സ്ഥാനാർത്ഥിയുടെ ഒരു ജയസാധ്യത കൂടി കണക്കിലെടുത്താവണം അടിയന്തരമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അത് സാദിഖ് അലി തങ്ങളായാലും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ആയാലും ഇന്നലെ അടിയന്തരമായി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞത്, അടിയന്തരമായി സർക്കാർ ഇതിൻ്റെ പരിഹാരത്തിന് യോഗം വിളിക്കണം. ആ യോഗം വിളിച്ച ആ തീരുമാനം നിലനിൽക്കെ തന്നെ ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു കൂടിക്കാഴ്ച എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ഒരു പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഏറെ താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ ആശങ്ക മൊത്തം ഈ ഒരു സമൂഹത്തിൻ്റെ വോട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ LDFും UDFും സ്വീകരിക്കുന്ന നിലപാടിലുള്ള പ്രതിഷേധം BJP വോട്ടായി മാറുമോ, അവിടെ പാലക്കാട്ട് അത് C കൃഷ്ണകുമാറിൻ്റെ ജയത്തിന് കാരണമാകുമോ എന്ന വല്ലാത്ത ആശങ്ക കൊണ്ട് തന്നെയാണ് ഇന്നലെ അടിയന്തരമായി ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തുകയും അവിടെ പിണറായി വിജയനെ പോലും ന്യായീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുകയും ചെയ്യുന്നത്. അതിലൂടെ LDFിന് വോട്ട് പോയാലും BJPയിലേക്ക് വോട്ട് പോകരുത്, ഇത്തരം പ്രശ്നങ്ങളിൽ LDFും UDFും എല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്, BJPക്ക് അത് ഞങ്ങളില്ല എന്ന ഒരു ധാരണയിൽ വോട്ട് ചെയ്യരുതെന്ന ഒരു സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്നലത്തെ ഈ ഒരു കൂടിക്കാഴ്ച നടന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകളിൽ നിന്ന് പ്രസക്തമാണ്. ഒരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രിയെ തന്നെ അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാവ് ന്യായീകരിക്കുക, ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സമീപനമാണ്. ആ സമീപനം ഗൂഢലക്ഷ്യം വെച്ചുള്ളതും വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ആണെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കവും അതിനെ വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും പറയേണ്ടത്, ഇന്നലെ കൊട്ടിക്കലാശം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുക, അതിൻ്റെ വാർത്തകൾക്കൊപ്പം ഈ വാർത്തയും സമൂഹത്തിലേക്ക് പോവുക, അവിടെ മുഖ്യമന്ത്രിയെയും ഒപ്പം പ്രതിപക്ഷ നേതാവും എല്ലാം LDFും UDFും മുനമ്പം നിവാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിലൂടെ വോട്ട് ചോർച്ച തടയുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയായിരുന്നു അജണ്ട. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴും വഖഫ് ബോർഡ് മുനമ്പം ഭൂമിയും മറ്റും വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നും പറയുന്നു. അപ്പോൾ അത് തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച്, ഇല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായി തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. വീണ.